കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ 2 ദിവസമായി കനത്ത മഴയാണ്. മലയോര മേഖലകളിലൊക്കെ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായൊരു സാഹചര്യമാണ്. നിലവിൽ ഇപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താണ്? മഴയ്ക്ക് ശമനമുണ്ടോ? വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? അവന്തിക, കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ ആഘാതമുണ്ടായത് ശ്രീകണ്ഠപുരം മേഖലയിലാണ്. ശ്രീകണ്ഠപുരം നഗരം, ഈ കാണുന്ന ടൗൺ ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. മലയോര മേഖല ഒറ്റപ്പെട്ട ഒരു നിലയിലേക്കാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ചെങ്ങളായി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ തളിപ്പറമ്പ് ഇരിട്ടി ദേശീയപാതയിൽ തുമ്പേനിയിലും അതോടൊപ്പം തന്നെ മലപ്പട്ടം റോഡിൽ അവിടെയും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പയ്യാവൂർ റോഡിൽ, അതായത് മലയോര മേഖലയിലേക്കുള്ള ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ അവിടെയാണിപ്പോൾ ഓടത്ത് പാലത്തിന് അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. കൂടാതെ പൊടിക്കളത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. വലിയ നഷ്ടം വ്യാപാരികൾക്ക് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ശ്രീകണ്ഠപുരം നഗരത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് വെള്ളം കയറിയത്. എല്ലാവർക്കും പൂർണ്ണമായും അവരുടെ സാധനങ്ങളൊന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറുപുഴ ഉൾപ്പെടെയുള്ള മേഖലയിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. അവിടെയും ഈ പറയുന്ന പല സ്ഥലങ്ങളും വെള്ളക്കെട്ടിലാകുന്ന സാഹചര്യമുണ്ട്. എപ്പോഴാണ് ഇന്നലെ രാത്രിയാണോ വെള്ളം? രാത്രി 2 മണി ആകുമ്പോൾ ഫുള്ളായിട്ട് വന്നായിരുന്നു. 2 മണി ഈ സമയം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. 2 മണിയാകുമ്പോൾ ഫുള്ള് കച്ചവടക്കാരൊക്കെ വന്നു. അപ്പോൾ തന്നെ ഫുള്ള് കടകൾ കയറാൻ തുടങ്ങി. ഇതിന് മുമ്പ് എപ്പോഴാണ് വെള്ളം? 2018 ആ സമയത്ത് ഇതുപോലെയാണ്. അതുപോലെ ഫുള്ളായി കയറിപ്പോയി. അന്ന് ഏതാണ്ട് ഒരു 10-100ഓളം കടകളിൽ ഒരു 100-180 കടകളോളം. ഇത് എവിടെ നിന്നാണ് ഈ പുഴയിൽ നിന്ന്? പുഴയെന്ന് ഇത് തൊട്ടപ്പുറത്ത് പുഴയാണ്. നേരെ ശ്രീകണ്ഠ ടൗണിനപ്പുറത്ത് പുഴയാണ്. മാർക്കറ്റ് വഴി ഇങ്ങനെ കയറും. വാഹന ഗതാഗതം ഇതിലേക്കൂടെ ഇല്ല, അങ്ങോട്ടേക്കും ഇല്ല ഇങ്ങോട്ടേക്കും ഇല്ല. തുമ്പേനി, പിന്നെ കോട്ടൂര്, ശ്രീകണ്ഠ ടൗണ് വാഹനങ്ങളെ കൊണ്ടുമില്ല. അപ്പം അങ്ങോട്ട് തലപ്പുറമിലെ കണക്ഷൻ ഉണ്ട്. തീർച്ചയായും ഇവർ പറയുന്നത് പോലെ തന്നെ വലിയ വ്യാപാരികൾക്കുൾപ്പെടെ നഷ്ടമുണ്ടാകുന്ന സാഹചര്യം. മാർക്കറ്റിൽ ഉൾപ്പെടെ ആദ്യം മാർക്കറ്റിൻ്റെ ഭാഗത്തേക്കാണ് വെള്ളം കയറിയത്. അവിടുന്ന് പിന്നീട് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിലേക്കും അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഉള്ളത് പയ്യാവൂരിലേക്കും തളിപ്പറമ്പിലേക്കും പോകുന്ന ജംഗ്ഷനാണ്. ഇവിടെ പൂർണ്ണമായും വെള്ളത്തിലാണ് ഈ റോഡ് മുഴുവൻ ഉള്ളത്. വാഹനങ്ങൾക്കൊന്നും പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിലെ പല മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഏതാണ്ട് ജില്ലയിൽ 550ഓളം പേരെ വിവിധ ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴക്കൽപ്പ ശമനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസം. അതുകൊണ്ട് വെള്ളം അല്പം താഴേക്ക് ഇറങ്ങുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് അല്പം ആശ്വാസം പകരുന്നുണ്ട്. അവന്തിക.